സോ എൻ്റെ ജനറേഷനിലെ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനിലെ ഒരു വേൾഡ് കപ്പ് കൂടി അവസാനിക്കുകയാണ്. 2026 അമേരിക്കയിൽ നടന്ന ഈ ഒരു വേൾഡ് കപ്പ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം അല്ലെങ്കിൽ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അർജന്റീന ആരാധകർക്ക്, ഡൈഹാർഡായിട്ടുള്ള ആരാധകരല്ല, ഈ ഒരു അടുത്ത കാലങ്ങളിൽ അർജന്റീന ആരാധകരായ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ ട്രോമയായിരിക്കും. കാരണം ഇത്രയും നിരാശകരമായ ഒരു ഫൈനൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജനറേഷനിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും മികച്ചൊരു ജേണിയിലൂടെ കടന്നു വന്നൊരു ടീം ഇങ്ങനെ ഫൈനൽ വേദിയിൽ വന്നിട്ട് ഇത്രയും മോശം പെർഫോമൻസ് നടത്താന്ന് പറയുന്നത് നിങ്ങൾക്കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കും? അല്ലെങ്കിൽ ഒരു കളിക്കാരൻ എന്നൊരു അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കൂടെ കടന്നു വന്ന ആളെന്നുപരി നമുക്ക് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ഡിസർവായ ടീം അപ്പുറത്ത് 16 വർഷങ്ങൾക്ക് ശേഷം ലാറോഹ വീണ്ടും അവരുടെ കിരീടാരോഹണം നടത്തിയിട്ട് അവരുടെ സിംഹാസനം തിരിച്ചു പിടിച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഒരു വേൾഡ് കപ്പിന് ഈ ഒരു എൻഡിനെ ഞാൻ സ്വാഗതം ചെയ്യണം. ഇനി എന്തൊക്കെ ഉണ്ടായാലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ച പോലെ തന്നെ ഇത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് 2021 കാലഘട്ടങ്ങളിൽ അർജന്റീനയ്ക്ക് മെസ്സിക്ക് ഒരു കിരീടം ലഭിക്കണം, ഒരു ഇൻ്റർനാഷണൽ കിരീടം ലഭിച്ച് അവരുടെ ആ ഒരു ജേണിയിൽ ഒരു ബെസ്റ്റ് എൻഡിങ് ഉണ്ടാവണം, ഒരു ബെസ്റ്റ് മൂമെൻറ്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ആൾക്കാർ ഈ കാലത്ത് ഒരുപാടുണ്ട്. അതിനുശേഷം അർജന്റീന ആരാധകർക്കും അർജന്റീനയ്ക്ക് വന്ന ഒരു മാറ്റമുണ്ട് അവരുടെ സ്വഭാവത്തിൽ, ഭാഷയിൽ. അവർ അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. പണ്ട് അവർക്ക് ഒരുപാട് ഇതുപോലത്തെ എന്താ പറയുക കളിയാക്കലും പരിഹാസങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നത്തെ കളി വിലയിരുത്തുമ്പോൾ നമ്മൾ ഫേവറിസം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് വെച്ച് ഡിഫെൻഡ് ചെയ്യണത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എന്നെ മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ പോലും വളരെ മോശമായ രീതിയിൽ തന്നെ ബുൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് തന്നെ എൻ്റെ ചാനലിൽ നോക്കിയാൽ പറയും, ഞാൻ വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് എഴുതുന്നതാണ്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതാണ്. വർഷങ്ങളായിട്ട് ഞാൻ അർജന്റീനയും മെസ്സിനൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പുള്ളിയുടെ ടീം പക്ക ഗുണ്ട ടീമായിട്ട് മാറിയേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു കളിയിൽ അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിൽ ഇവർ ഡിസർവ് അല്ല എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് തൊട്ടുള്ള ഈ അവസാനം വരെയുള്ള ഈ ഫൈനലിൽ ജേണിൽ നോക്കിയോ എന്തൊക്കെയാണ് ഇവർക്ക് പവേഴ്സ് എന്നുള്ളത്. ഇവിടെ ഞാൻ ഒരിക്കലും മെസ്സിയുടെയോ അർജന്റീനയുടെയോ ഒക്കെ പ്രയത്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ടീമിൻ്റെ ഈ ഒരു ജേണിയെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങളും എനിക്കില്ല. പക്ഷേ അവർക്ക് ഫേവേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ ഫേവേഴ്സും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പല ടീമുകളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ടീമിൽ കിട്ടുന്നുണ്ടെങ്കിൽ പോലും കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു പടി കൂടുതൽ ഇവർ കിട്ടുന്നുണ്ട്, പിന്നെ അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് മത്സരങ്ങൾ അവർ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു ഫുട്ബോൾ കളിയോടുള്ള ആ ഒരു ഇഷ്ടം വളരെ അധികമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പ് തന്ന ഏറ്റവും വലിയ ബെസ്റ്റ് വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തെ ഇങ്ങനെ മുന്നിൽ ഞാൻ നേരിട്ടത്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ പറയും 6 വേൾഡ് കപ്പ് നീയൊക്കെ കണ്ടില്ല, നിൻ്റെ ലൈഫിൽ കണ്ടില്ല, അതിൽ 3 വേൾഡ് കപ്പും ഞങ്ങൾ മെസ്സി കളിച്ചു എന്നൊക്കെ പറയും. മെസ്സിയുടെ ടാലൻറ്റിലോ അല്ലെങ്കിൽ മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടെങ്കിൽ 39-ാം വയസ്സിൽ പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അതിനൊന്നും നമുക്ക് യാതൊരു ക്വസ്റ്റ്യനും ഇല്ല. പക്ഷേ പുള്ളിയുടെ ടീം ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ അതിന് നമ്മൾ അഗെയിൻസ്റ്റാണ്. കാരണം ഇവർ ഈ സ്കലോണിയെക്കുറിച്ച് ഞാൻ എത്രയോ തവണ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ആ ജേണിയിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഞാനത് മനഃപൂർവ്വം വിട്ട സംഭവമായിരുന്നു. പക്ഷേ പുള്ളി എന്തെങ്കിലും റഗ്ബിയോ അല്ലെങ്കിൽ വല്ല കളരിയോ അല്ലെങ്കിൽ കരാട്ടെ കുൻഫോ അല്ലെങ്കിൽ നാടന്തലോ എന്തെങ്കിലുമൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ഈ സിമിയോണിയുടെ മോൻ അല്ലെങ്കിൽ പാരഡൈസ് അല്ലെങ്കിൽ മാക്കലിസ്റ്റർ ഇവരൊക്കെ അസാധ്യ കളിക്കാരാണ്. ഹെർണാണ്ടസ് ഇവരൊക്കെ അസാധ്യ കളിക്കാരാണ്. പക്ഷേ എന്താ പറയുക, ഒരു പ്ലെയർ ഇപ്പോൾ കളിയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ജേണിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കറിയാം. കാരണം നമ്മളൊരു മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇംഗ്ലണ്ട് കളിയിൽ ഈ കളിയിലൊക്കെ ആണെങ്കിൽ ഒരു പ്ലെയർ വെറുതെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്ലെയറെ വെറുതെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ വെറുതെ വാൺ ചെയ്യുന്ന രീതിയിൽ അത് പണ്ട് നമുക്ക് കോച്ചസൊക്കെ പറഞ്ഞു തരണം. അതായത് ഒരു പ്ലെയർ നമ്മൾ എപ്പോഴും ടച്ചിൽ നിൽക്കണം. അതായത് ആ പ്ലെയർ അറിയണം നമ്മുടെ മൂവ്മെൻറ്റിൽ, അല്ലെങ്കിൽ നീ പന്തെടുക്കുന്ന മൂവ്മെൻറ്റിൽ ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഒരു വാണിംഗ് തരാണ്, നീ പന്തെടുക്കുമ്പോൾ നിൻ്റെ അടുത്ത് ഞാനുണ്ടെന്നുള്ളൊരു വാണിംഗ് തരാണ്. ഈ വാണിംഗാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ള ഫുട്ബോളിലെ ഒരു നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കല. അപ്പോൾ ആ സമയത്ത് ഇതിൽ ഒരു പ്ലെയർ ഒരു ബോൾ വിൻ ചെയ്യുമ്പോൾ ഞാനൊക്കെ കളി കാണുമ്പോൾ ചത്തിട്ടാ കിട്ടി, അവനെ കിട്ടിയത് അവനക്ക് അടി കിട്ടി അയ്യോ എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന പോലെയാണ് ഗ്രൗണ്ടിൽ. അത്രയ്ക്കും ഉണ്ട് അവരുടെ ഭാഗത്തു നിന്ന്. ഇനി എതിർ ടീം ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടില്ല എന്നല്ല പറയണത്. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് അത്രയ്ക്കും അങ്ങനത്തെ നമുക്ക് അങ്ങനത്തെ ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നൽകുന്നത്. അപ്പോൾ ഇവർ കണ്ടർ കിട്ടട്ടെ ചിന്തിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കളിയിൽ ഇങ്ങനെ വിലയിരുത്തും, ഇതൊക്കെ കളിയിൽ സഹജമാണ്. അല്ലെങ്കിൽ കളിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ല ഞങ്ങളെ പ്ലെയർ മറ്റേ പ്ലെയർ മറച്ച പ്ലെയർ അവൻ ചാടിച്ചൗട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്ത് സുഖമാണില്ലേ. അപ്പോൾ ഈ ഒരു കളിയെ നിങ്ങളുടെ ടീമിനൊന്ന് വിലയിരുത്തുക. അപ്പോൾ ആ ജേണിയിൽ വളരെ മോശമായുള്ള രീതിയിൽ നിങ്ങൾ അവിടെ ഒരുപാട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ കളിയിൽ തന്നെ ഒരുപാട് ഫേവേഴ്സും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ടീമുകളായിട്ട് നിങ്ങൾ ജയിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പല രീതിയിലും നിയമങ്ങളും ഫിഫയും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചൊക്കെ ആണെങ്കിൽ പല ഭാഗങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ പോലും ഒരു ഫേവേഴ്സ് ഉണ്ട്. അത് സമ്മതിക്കണം, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുമോ. അപ്പോൾ അതിനെ വെറുതെ വളച്ചൊടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കപ്പ് നിങ്ങൾക്ക് ഒരിക്കലും ഡിസർവ് ആയിരുന്നില്ല. മെസ്സി എന്ന് പറഞ്ഞ വ്യക്തിയോടും അവരണിഞ്ഞിരിക്കുന്ന ആ ജേഴ്സിയോടും അതിൻ്റെ ഭാരത്തോടും അല്ലെങ്കിൽ മെസ്സി എന്ന മനുഷ്യൻ ഇത്തരക്കാലത്തുള്ള ജേണിയോടൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഇതുവരെ പുള്ളി ഐഡിയലായിട്ട് പോലും ഞാൻ കൊണ്ടുനടന്ന കാലഘട്ടങ്ങളിൽ പോലും ഞാൻ പുള്ളിയെ ഒരിക്കലും താഴ്ത്തി കെട്ടണമെന്ന് ശ്രമിച്ചില്ല. അതുപോലെ തന്നെ പറയാണ്, ആ ബഹുമാനം കൊണ്ട് തന്നെ പറയാണ്, ഒരു ഗുണ്ടാ ടീമായി മാറിയൊരു ടീം അത്രയേ ഉള്ളൂ ഇപ്പോൾ അർജന്റീന.
അതിന് മുകളിലൊന്നുമില്ല. ഇത് പറയാൻ കാരണം, ഇതിപ്പോൾ പറയാൻ കാരണം ജയിച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഞാൻ ഇതേക്കുറിച്ച് ഇന്നലെ വരെ ഞാൻ ഇതിനെ എഴുതിയാണ്, അത് നല്ല വശങ്ങൾ മാത്രം എഴുതിയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു ഒരു ബാഡായിട്ടുള്ളൊരു സൈഡ് ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്കതെങ്ങനെ ഒരു ഫുട്ബോളർ ആയിരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ കടന്നു വന്ന ആളായിട്ട് എങ്ങനെയാണ് നമ്മളതിനെ വിലയിരുത്തുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ അർജൻറ്റീനയുടെ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഈ ജേണിയിലുള്ള തന്നെ അവരുടെ കംബാക്കുകൾ അല്ലെങ്കിൽ അവരുടെ മെൻറ്റാലിറ്റി, ഒരു കളിയിൽ കൊടുക്കുന്ന അവരുടെ എഫേർട്ട്, അവരുടെ ആ ഒരു ക്വാളിറ്റി, പല സമയങ്ങളിലും തോറ്റാൽ പോലും തിരിച്ചു വരാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, അതിനൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനപ്പുറം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത്രയും വർഷത്തിൽ ഇത്രയും മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ഒരു ടീം വേൾഡ് കപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മുൻപ് പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. 2022 പോട്ടെ എന്ന് വെക്കാം, എന്നാലും ഈ ഒരു ഫൈനലിൽ ഈ ഒരു വേൾഡ് കപ്പിൽ പോലും പല കാര്യങ്ങൾ നടന്നിട്ട് നമുക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പല ആൾക്കാരും പറയും, അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ കരഞ്ഞോ എന്ന് പറയും. നമുക്ക് അങ്ങനെ ഒരു ടീമും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിൽ പോലും, ഇനിയിപ്പോൾ കരഞ്ഞെങ്കിൽ പോലും നിങ്ങൾ ക്യാപ്സൂളാക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ക്യാപ്സൂളാണത്. നമ്മുടെ നാട്ടിലൊരു പ്രമുഖ പാർട്ടിക്ക് ഒരു ക്യാപ്സൂൾ ഉണ്ടല്ലോ, അതേപോലെ ഒരു ക്യാപ്സൂളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കരഞ്ഞു എന്നുള്ളത്. ഇത് നിങ്ങൾ ഈ വേദന നിങ്ങൾ എവിടെ കൊണ്ട് കരയും? ഈ ജേണിയിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയും കളീനെ കുറിച്ച് സംസാരിച്ച ആൾക്കാർ ഈ ഫൈനലിൽ വന്നിട്ട് ഒന്നുമല്ലാതാകുക. ഒരു കളിക്കാരനുപരി ബോൾ കിട്ടാണ്ട് മൈതാനത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ സുഖമുള്ള കേസൊന്നുമില്ല. അത് ഞങ്ങൾ നാട്ടിൽ പല ആൾക്കാരും പറയും, 2 ബോളിനും കൊടുക്കുക, അവർ കളിക്കട്ടെ എന്നൊക്കെ പറയും. എതിർ ടീമിനെ ബോൾ കിട്ടിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയാലല്ലേ കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുമാതിരി നാണം കെട്ട ഏർപ്പാടും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന പരിപാടിക്കൊന്നും നമ്മളില്ല. എന്താണെങ്കിലും ഈ ഒരു മാച്ചിൽ പോലും ഫൈനലിൽ പോലും നടന്ന ഒരുപാട് അലമ്പ പരിപാടികളുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ കളി കഴിഞ്ഞിട്ടുണ്ടാക്കിയ കളിക്കടയിലുണ്ടാക്കിയ ഇടി, ഇത്രയും കാലം നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര മാന്യന്മാരായിരുന്നു. ഇപ്പോൾ നിങ്ങൾ റഫർക്കെതിരാണ്, നിങ്ങളിപ്പോൾ അസോസിയേഷനെതിരാണ്. ഇനിയിപ്പോൾ നാളെ പറയും ഞങ്ങളെ പിള്ളേരാണ് നിങ്ങൾ തോപ്പിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇത് അനുവദിച്ച് തരാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇനി ഇതിനെ കാണുന്നത് വെച്ചാലും ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിനെ റിപ്ലൈ തന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ പല ആൾക്കാരും പറയുന്ന പോലെ തന്നെ മെസ്സി 3 വേൾഡ് കപ്പ് ഫൈനലെത്തി എന്നൊക്കെ പറയുന്നത് അതൊന്നും വലിയ കാര്യമില്ല, അതൊന്നും ഞാൻ പറയണില്ല. ഇതൊക്കെ നമ്മളും കണ്ടിട്ടാണ്. അപ്പോൾ ആ ജനറേഷനിലൂടെ ഞാനും കടന്നു വന്നുള്ളത്. മെസ്സിയുടെ എഫർട്ടും മെസ്സിയുടെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് ഇതിന് ന്യായീകരിക്കരുത്. കാരണം പക്ക ഗുണ്ടാ ടീമാണ്, പക്ക കളരി, നാടൻ തല്ലി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരാളെ എങ്ങനെ ഇടിച്ച് തല്ലിപ്പൊളിക്കാൻ സാധിക്കും, അതാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കളിച്ച് ജയിച്ച കളികളൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ് നിങ്ങൾക്ക് ഡിസർവ് ആയിരുന്നില്ല, ഡിസർവ് ആയ പിള്ളേർ കൊണ്ടുപോയി അവരെ കുട്ടികളാണെന്ന് കളിയാക്കിയവരുണ്ട്, വിലയിരുത്തിയവരുണ്ട്. ഇവരെ കൊണ്ടൊക്കെ സാധിക്കുമെന്ന് പറയുന്ന ആൾക്ക് 2010 നിങ്ങൾ കപ്പടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്പെയിൻ അത് വേറെ ലെവൽ കളിയാണ്, വേറെ ടീമാണ്. ഇനിയിപ്പോൾ ബാഴ്സലോണക്കാർ അവരുടെ പ്രതിർത്തൊക്കെ ഏറ്റെടുത്ത് വരും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ കളിച്ചു, അവർക്ക് ഡിസർവ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു ഇത്, അല്ലെങ്കിൽ അവർക്ക് ഡിസർവ് ആയിട്ടുള്ളൊരു വേൾഡ് കപ്പ് ആയിരുന്നു. സോ ഫൈനലി ദയ ചാമ്പ്യൻസ്. ലിയണൽ മെസ്സിയും സംഘവും ഫൈനലിന്റെ കടമ്പയിൽ തട്ടി സ്പെയിനിന്റെ പ്രതിരോധത്തിൽ തട്ടി വീഴുന്നു. ഈ മത്സരം